പറയരുത്, വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്, കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. നാളെ തരാം, കടം വാങ്ങിട്ടെ നാളെ തരാം. എല്ലാവരും ഇതെന്താ ചോദിച്ചോണ്ട് ഞാൻ നാട്ടിലെ കണ്ടോ മുങ്ങുന്നില്ലല്ലോ, തരാം, ആകെ 10,000 അല്ല തരാം. ഇപ്പൊ അടുത്ത് തുടങ്ങിയ ഒരു അസുഖമാണ്, വലിയ റിസ്ക് ഉള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് 10,000ന്റെ പണിയാണെങ്കിൽ 6,000 രൂപ അയച്ചു കൊടുക്കും. ഈ പാവത്തിന്റെ രാത്രി ഉറക്കൊഴിഞ്ഞതിന്റെയും അധ്വാനത്തിന്റെയും ആകെയുള്ള ലാഭം ഈ 4,000 ആയിരിക്കും. ഇത് കൊടുക്കൂല. തരാടോ, 6,000 അയച്ചില്ലേ, 4 തരാം. എന്ത് മുസ്ലിമാ ഈ ചങ്ങായിമാരൊക്കെ? എവിടെന്നാണ് ഇവരൊക്കെ ഇസ്ലാം പഠിച്ചത്? എന്തിനാ മോനെ കയ്യിൽ കൗണ്ടർ? നിസ്കാരത്താൻ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ അന്ന് നിനക്ക് നരകം കണക്കാക്കും. ഈമാനോട് മരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ തീർന്ന് കാറ്റുപോയി. മര്യാദക്ക് പണിയെടുത്തതിന് മര്യാദക്ക്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡിസൈനേഴ്സാണ്. ഡിസൈൻ ചെയ്ത കുട്ടികളുണ്ടാവും. ഒരു ഉറൂസിനോ ഒരു പരിപാടിക്കോ ഡിസൈൻ ചെയ്ത് ക്യാഷ് കൊടുക്കൂല. വിയർപ്പുണങ്ങുന്നതിന് കൂലി കൊടുക്കണമെന്നല്ലേ? തരാം, എത്ര പൈസ ഉണ്ടെങ്കിലും അത് കൊടുക്കൂല. അത് നമ്മളെ സ്വന്തക്കാരാണ്.